രാജ്യം ഭരിക്കുന്ന BJPക്ക് പുതിയ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തേടുന്നതാണ് ഇന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ഈ വരുന്ന വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ BJPയുടെ അടുത്ത ഒരു ഉദ്യമം എന്ന് പറയുന്നത് ദേശീയ അധ്യക്ഷനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതാരാകുമെന്ന ചർച്ചയും രാജ്യത്ത് സജീവമായിരിക്കുന്നു. പുതിയ അധ്യക്ഷനെ ഏപ്രിൽ മാസം 3-ാം വാരത്തോടുകൂടി പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ തന്നെ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് ചർച്ചകൾക്ക് ബലം വച്ചത്. അഖിലേന്ത്യാ പ്രസിഡന്റോട് ഒപ്പം തന്നെ BJPക്ക് നല്ല സ്വാധീനമുള്ള ഉത്തർപ്രദേശ്, കർണാടക, അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം സംസ്ഥാന പ്രസിഡന്റുമാരെ കൂടി ഇതിനു മുൻപ് നിയമിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമ്പൂർണമായ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് BJP കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് കൂടി പുറത്തു വന്നത്. 2019 മുതൽ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റായി ചുമതല വഹിക്കുന്ന JP നഡ്ഡയ്ക്ക് പകരക്കാരനായാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷൻ എത്തുന്നത്. അദ്ദേഹം നമുക്കറിയാം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയിൽ ആരോഗ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയാണ്. ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും അദ്ദേഹം ഒഴിയുമെന്നും അതുപോലെ തന്നെ 3-ാമതും പാർട്ടിയെ അധികാരത്തിലെത്തി വിജയശ്രീ ലാളിതനായി തന്നെയാണ് JP നഡ്ഡ പടിയിറങ്ങുന്നത് എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. സാധാരണ 3 വർഷമാണ് BJP മേധാവിയുടെ കാലാവധി നിശ്ചയിക്കുക. എന്നാൽ JP നഡ്ഡയ്ക്ക് 3 വർഷത്തേക്ക് കൂടി അധികമായി ചുമതല ലഭിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിന് വേണ്ടിയായിരുന്നു ആ കാലാവധി നീട്ടിയത്. നിലവിൽ 13 സംസ്ഥാനങ്ങളിലാണ് BJP അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ. 19 സംസ്ഥാന അധ്യക്ഷന്മാരെ കൂടി പ്രഖ്യാപിച്ച ശേഷമാകും ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച RSS മേധാവി മോഹൻ ഭാഗവതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വാർത്തയും അതുപോലെ ചർച്ചയുമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് JP നഡ്ഡയും അതുപോലെ തന്നെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും RSSനെ വില കുറച്ച് കണ്ടതും RSSനെതിരെ തന്നെ പലയിടങ്ങളിലും പ്രസംഗിച്ചു നടന്നതും അവസാനം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ RSSന്റെ കാൽ കീഴിലേക്ക് വീഴുന്ന തരത്തിൽ BJP UPയിലടക്കം മാറിയതും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ RSS അധ്യക്ഷൻ പറയുന്നതിനനുസരിച്ചല്ലാതെ ഇനി BJPക്കോ നരേന്ദ്രമോദിക്കോ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിൽ ചർച്ച നടന്നു എന്നാണ് സൂചന ലഭിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖരെയാണ് പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതിൽ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, നിർമ്മല സീതാരാമൻ, ശിവരാജ് ചൗഹാൻ, അതുപോലെ മനോഹർലാൽ ഖട്ടർ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി കൂടിയായ വസുന്ധര രാജെ സിന്ധ്യ, മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കിഷൻ റെഡ്ഡി എന്നിവർ പരിഗണനാ പട്ടികയിൽ ആദ്യം തന്നെ നിൽക്കുകയാണ്. നരേന്ദ്രമോദിയുടെയും പടിയിറക്കം എന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് 75 വയസ്സാകുന്നതോടുകൂടി സാധാരണ പാർട്ടിക്കാരെല്ലാം പറയുന്നത് പോലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇറങ്ങണമെന്നും പ്രത്യേകിച്ച് പാർലമെന്ററി രാഷ്ട്രീയത്തോട് വിട പറയണം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഈ വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് സൂചന നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ RSSന്റെ ഏറ്റവും വിശ്വസ്തനായ നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെ പേരുകൾക്കാണ് മുൻതൂക്കമുള്ളത്. ഏതായാലും പാർട്ടിക്കകത്ത് തന്നെ നരേന്ദ്രമോദി പടിയിറങ്ങിയാലോ എന്ന് ചോദിക്കുന്നവരും അത്തരത്തിൽ ചർച്ച നടത്തുന്നവരും രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 75 വയസ്സ് തികഞ്ഞാൽ ഒരാൾ വിരമിക്കണമെന്ന് പാർട്ടിയിൽ നിർബന്ധമാക്കുന്ന ഒരു നിയമവും ഇപ്പോൾ ഔദ്യോഗികമായി ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു വരുന്നത് കുറേ കാലമായി. 75 വയസ്സ് കഴിഞ്ഞാൽ LK അദ്വാനിയൊക്കെ പിടിച്ച് പുറത്ത് ആക്കിയതുപോലെ
ഈ നരേന്ദ്രമോദിയെയും അത്തരത്തിലുള്ള നീക്കത്തിലൂടെ പുറത്താക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഏതായാലും 75 വയസ്സ് തികഞ്ഞാൽ പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ ഔദ്യോഗികമായ പാർലമെന്ററി പാർട്ടി പ്രവർത്തനം ഉപേക്ഷിക്കണമെന്നുള്ളൊരു നിയമം, അത് അലിഖിത നിയമമായാലും അത് പരസ്യമായി വന്നാൽ നരേന്ദ്രമോദി പടിയിറങ്ങും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെയും അതുപോലെ ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും മാറ്റുന്ന കാര്യത്തിലാണ് രാജ്യത്തിപ്പോൾ കൂടുതലായും ചർച്ച നടക്കുന്നത്.